ഹലോ ഗായ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ വീണ്ടും എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം മാത്രമാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താണ് ഇങ്ങനെ പ്രീ പ്ലാനൊന്നുമില്ല, നമ്മൾ ഫോണിനനുസരിച്ചുള്ള വീഡിയോ നോക്കി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഷോപ്പ് കഫേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു നല്ലൊരു വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനി നമ്മുടെ കഫേൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ കഫേ, നെബ്നസ് കഫേയുടെ ലൊക്കേഷനായിട്ട് ഇതാണ് വരുന്നത് കേട്ടോ. തലശ്ശേരി ബിരിയാണിൻ്റെ തൊട്ട് പത്തിരിപ്പാല പോകുന്ന റോഡിൽ മെയിൻ റോഡ് തന്നെ പത്തിരിപ്പാല എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഗോൾഡൻ റെൻ്റൽ കോസ്റ്റ്യൂംസിൻ്റെ ഒക്കെ താഴെയായിട്ട് വരും. ഇതാണ് ലൊക്കേഷൻ. ഒക്കെ ഗൈസ് അപ്പോൾ ഇന്ന് സൺഡേ കേട്ടോ. നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. നമ്മുടെ നിഷാദ് അലിന്റെ സിസ്റ്ററുടെ മകളുടെ കല്യാണമാണ് ക്ഷണിച്ചിട്ടുണ്ട്. അത് പറളി കഴിഞ്ഞിട്ടാണ് കല്യാണം. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാണ്. കല്യാണ വിശേഷങ്ങൾ അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ കാണിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ഇൻട്രോ ചിലപ്പോൾ ഫ്രൈഡേ എടുത്തതായിരിക്കും. നമ്മളിപ്പോൾ അധികം വീഡിയോസ് നമ്മൾ കഫേ തുടങ്ങുന്ന തിരക്കിലാണ്, കഫേന്റെ ആ ഒരു പണിത്തിരക്കിലാണ് നമ്മൾ. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോസ് ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് എന്തായാലും. അപ്പൊ അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം കേട്ടോ. അപ്പൊ നമ്മൾ നേരെ കല്യാണത്തിന് പോവാണ്. കല്യാണത്തിന് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ, കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പൊ നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോവാം. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാൻ ഒറ്റക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊക്കെ ഒരു വണ്ടിയിലുള്ള എന്റെ വണ്ടിയിൽ ആരുമില്ല, ഞാൻ മാത്രമാണ് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ മങ്കര അതേപോലെ പറളി മഹിമ ഓഡിറ്റോറിയത്തിലേക്ക് വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. ഗായ്സ്, അപ്പൊ നമ്മൾ അങ്ങനെ കല്യാണത്തിന്റെ വീടിന്റെ ലൊക്കേഷനിൽ എത്തിക്കുകയാണ്. മഹിമ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. നിഷാദിന്റെ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ നിഷാദ് അലി മാഷാണ് മൂപ്പര്. നമ്മൾ ചില വീഡിയോസിലൊക്കെ മൂപ്പരുണ്ട് കോയമ്പത്തൂർ. തോഫീക്ക് അങ്ങനെ നമ്മൾ വെച്ച് കണ്ടപ്പോൾ തോഫീക്കിന് അങ്ങനെ പെണ്ണും ചെക്കനും ഒക്കെ ഇരിക്കുന്ന സെക്ഷൻ. നേരെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയത്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി, അതുപോലെ മന്തി ഉണ്ട്. മന്തി നമ്മൾ കഴിച്ചില്ല. അതുപോലെ ചില്ലി ചിക്കൻ ഉണ്ട്, വെറൈറ്റി പായസം ഉണ്ട്. സ്വീറ്റ്സായിട്ട് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ കാറ്ററിംഗ് ആണ് തോന്നുന്നു നടത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വെറൈറ്റി ഓഫ് ടീയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതൊക്കെ നമ്മുടെ കഫേയിലുണ്ടാവും ഈ ചായയൊക്കെ. അതിനുവേണ്ടി ഒന്ന് ജസ്റ്റ് ചോദിക്കാനും വേണ്ടി അവരുടെ അടുത്ത് പോയി നിന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഫ്രൂട്ട്സൊക്കെ സലാഡൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പാടെ കുത്തി മറിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും അതിന് 2-3 കഷ്ണം എടുത്ത് തോഫിക്ക് ക്യാമറ കൊടുത്തിട്ട് അത് എടുക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇതൊക്കെ വയസ്സ് തിന്നിട്ട് അങ്ങനെ വന്ന് പോകുന്നു കല്യാണപ്പരേന്ന്. പിന്നെ നമ്മൾ 2 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവിടുന്ന് പോയൊരു സമയത്ത് നല്ല അടിപൊളി മഴയെന്നിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ഒരുക്കിയതാണ്. വണ്ടി മഴ ഒന്ന് കാണിക്കാതെ വെച്ചിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. നല്ല അടിപൊളി മഴ. 2 മണിയായിട്ടുള്ളൂ, സമയം 2-2:30 ആയിട്ടുള്ളൂ. മഴ അടിപൊളി മഴയായിട്ട് വരാൻ പറ്റുന്നത് നമ്മൾ കണ്ടിട്ടുള്ള മഴ. ഇന്ന് അങ്ങനെ തിങ്കളാഴ്ച നെബുവിനെ ഒന്ന് റീ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പഠിച്ച സ്കൂളാണിട്ടത് പഴയലേക്കടി GSBS പഴയലേക്കടി സ്കൂളിലേക്ക് പോയതാണ് നെബുവിനെ ചേർത്താൻ വേണ്ടിയിട്ട്. നെബുവിനെ നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് മാറ്റി ചേർത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടൊന്ന് പോയതാണ് GSBS പഴയലേക്കടിയിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് നമ്മൾ കഫേൻ്റെ സൈറ്റിലേക്കാണ്. കഫേൻ്റെ പണി അവിടെ നിന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഒറ്റപ്പാലം ഫസ്റ്റ് ഇതെടുക്കാൻ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് അടിയോടെ അടിയായിരിക്കും. ആളെ മനസ്സിലൊന്നുമില്ലേ. ഗൈസ്, അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം ഫെസ്റ്റൊക്കെ കാണാൻ ഫുള്ളും വന്നില്ല. കണ്ടിട്ട് കുറച്ചായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ചായയുടെ സമയം ചായ എടുക്കാതെ ടീയിലേക്ക്, അതായത് കത്തിരിപ്പാല മണ്ണൂർ റോട്ടിലുള്ള കടയിലേക്ക്, സ്ഥിരം പോണ കടയിലേക്ക് പോയി നല്ലൊരു ആംബുലൻസ് അങ്ങോട്ട് മണ്ണൂറും കോങ്ങാട് റോട്ടിലട്ടതുള്ളത് ഒരു ചായയും അതുപോലെ പൊരിച്ച പപ്സാണ് ഞാൻ മേടിച്ചത്. അത് കുടിച്ചിട്ട് നമ്മളവിടെ അങ്ങനെ നമ്മളിന്ന് ചൊവ്വാഴ്ച നമ്മളിങ്ങനെ പാലക്കാട്ടേക്ക് പോവുക ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ കാണാം.
ഓക്കെ. തഫീഖ് ഉണ്ട്. തഫീഖ് ഇപ്പൊ ചുള്ളനയക്കണ്. പെണ്ണ് നോക്കണ്ട തഫീഖജി. ഗായ്സ്, കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് പണ്ടിൽ പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ ഒറ്റപ്പാലം ഭാഗത്തേക്കൊക്കെ ബസ് കിട്ടുന്നത് ബസ് സ്റ്റാൻഡ്. നമ്മളൊരു മൂസയുടെ ഷോപ്പിലേക്ക് കമ്പനിയിലേക്ക് ഒരു ഇലക്ട്രിക്കിൻ്റെ എന്തോ സാധനം എടുക്കണമെങ്കിൽ വന്നായിരുന്നു. അത് ആ ഷോപ്പിൽ കറൻസീൻ്റെ കളക്ഷൻസ് ഉണ്ട്. എല്ലാ കൺട്രീസിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാ കൺട്രീൻ്റെത് മറ്റേ സിംഗപ്പൂര്, ഒമാൻ, UAE അങ്ങനെ പലതുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു അവിടെ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ വീണ്ടും ലുലുവൊക്കെ എത്തിക്കുകയാണ്. ഇവിടുത്തെ മണമാണ് സഹിക്കാൻ പറ്റാത്തത്. സെഫ്റ്റി ടാങ്കിൻ്റെ മണമാണ് ഇവിടെ. ലുലു പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ്. വീണ്ടും നമ്മൾ അങ്ങനെ എസ്കലേറ്ററിൽ കയറി. നിങ്ങൾ 1, 2, 3 വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ഇത് മൂസൊക്കെ ഒരു സാധനം മേടിക്കണം വിചാരിച്ചു. അപ്പോൾ എന്നാൽ ശരി നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ലുലുവിൻ്റെ സ്കേർട്ട് വഴി കയറി മുകളിൽ നമ്മൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റ്. വേറെ എവിടെയും പോയില്ല. കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ ഒന്ന് ഓഫ് റോഡൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ഗൈസ്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ പനന്തിൻ്റെ നൊങ്കാണ്. ഇത് എന്തിനാണ് 40 രൂപ വില ഉണ്ട് ഗൈസ്. ഇത് എന്തിനാണ് കൊടുക്കണമെന്ന് അറിയില്ല. അവിടെ തിന്നിട്ടൊരു കാര്യമില്ല. അങ്ങനെ മൂത്ത സാധനമാണ്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾക്ക് വെജിറ്റബിൾസ് അതുപോലെ ഉള്ളിക്കൊക്കെ നല്ല ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ അത്രയും പോരാ. പിന്നെ നമ്മൾ ബേക്കറി സെക്ഷനാണ്. ലുലുവിലത്തെ ഒരു ബേക്കറി സെക്ഷൻ. അതിന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ബണ്ണും ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്ത്. പിന്നെ ഉണ്ട് അവിടെ തട്ടുകട കേട്ടോ. തട്ടുകട സ്റ്റൈലിൽ. പക്ഷേ വില മാതിരി വിലയാണ്. ഒരു രക്ഷയില്ല. അവിടുത്തെ നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് ലുലുവിൽ പോകും ഗൈസ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ലുലുവിൽ വന്ന് പിറ്റേ ദിവസം കുട്ടികൾക്ക് നീന്താൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും തൊട്ടപ്പുറത്ത് 14 മൈലുണ്ട് അമിക്കോസ് സ്വിമ്മിങ്. ഒരാൾക്ക് 100 രൂപയാണ്. അങ്ങനെ അവിടെ പോയി ഞാനും എൻ്റെ ഫാമിലി പ്ലസ് മുസാൻ്റെ ഫാമിലി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.